മനോജ് തുടരുന്നുണ്ട്. മനോജ്, ഞാൻ പറയുകയായിരുന്നു, ഈ ശരണം വിളിയൊക്കെ കേട്ടാലേ നമ്മുടെ മുഖ്യമന്ത്രി ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം യുവതി പ്രവേശന സമയത്ത് അല്ലെങ്കിൽ യുവതി പ്രവേശനം ഒരു ശ്രമം നടന്നപ്പോൾ അന്ന് നാമം ജപിച്ച് പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്തവരാണ്, തല്ലിയോടിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഏത് രീതിയിലായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പ്രതികരിക്കാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും രാഷ്ട്രീയ രംഗത്തൊക്കെ സജീവമായി നിൽക്കുന്ന പല മുഖങ്ങളും ഇവിടേക്ക് കാണുന്നുണ്ട്. അതും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് മുൻനിരയിലായി പലരും എത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു VIP സീറ്റൊക്കെ തന്നെ നമുക്ക് കാണാം. അത്തരത്തിൽ VIP സീറ്റിങ്ങും അതോടൊപ്പം അതിന് പുറകിലായി ഓരോ തട്ടിലായി ഓരോരുത്തരെയും അങ്ങനെ സിനിമാ താരങ്ങളെ അടക്കം എത്തിച്ചുകൊണ്ട് ഈ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും പുറകിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആളുകളെ വ്യക്തമായി കാണാൻ സാധിക്കും. എന്തായാലും ഇവരൊക്കെ തന്നെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചധികം കാലമായി ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ഹൈന്ദവ സംഘടനകൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ അതൊന്നും തന്നെ കേരള ജനതയും ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ മറന്നു കാണില്ല. എന്തായാലും അതിന് പിന്നീട് ഇന്ന് അത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ CPM സർക്കാർ എത്തിയിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അന്ന് നടന്നിട്ടുള്ള ആ ഒരു പോരാട്ടങ്ങൾ അത് കേരള ജനത അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ അത്തരത്തിലൊരു ആചാര സംരക്ഷണത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ആ വിശ്വാസത്തിന് വേണ്ടിയും നിലനിന്നു എന്നുള്ളത് തന്നെയാണ്. അതിനു പിന്നാലെയാണ് ഈ തരത്തിലേക്ക് സർക്കാരിന് നിലയ്ക്കലിലെ സ്ഥിതി കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഈ സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം നിലയ്ക്കൽ നിന്ന് തീർത്ഥാടകരുടെ വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടുന്നില്ല, സർവത്ര നിയന്ത്രണങ്ങളാണ് എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്ത് വരുന്നുണ്ട്. തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ. പമ്പയിൽ തീർത്ഥാടകർ ഉപയോഗിച്ചിരുന്ന പ്രധാന പാലത്തിലൂടെയുള്ള യാത്രയ്ക്കാണ് വിലക്ക്. പ്രധാന വേദിയിലേക്ക് എത്തുന്ന പാത സംഗമത്തിലെത്തുന്ന അതിഥികൾക്ക് മാത്രമായി ചുരുക്കിയിരിക്കുകയാണ്. പമ്പയിൽ ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ, അവിടെ സർവത്ര നിയന്ത്രണങ്ങളാണ്. അയ്യപ്പ ഭക്തരെ പൂർണ്ണമായും വിലക്കിക്കൊണ്ടുള്ള ഒരു നിയന്ത്രണങ്ങളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു അല്ലേ? രാഖി, തീർച്ചയായിട്ടും. അതായത് ഇന്നത്തെ ദിവസം ഇവിടെ എത്തുന്ന സാധാരണ തീർത്ഥാടകർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ നിയന്ത്രണമോ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കർശന നിയന്ത്രണം ഉണ്ടായിരുന്നതാണ് ദേവസ്വം ബോർഡിന് മേൽ. പക്ഷേ ആ നിർദ്ദേശങ്ങളെയൊക്കെ തന്നെ പാടെ ലംഘിക്കുന്ന നടപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ സംഗമം എന്ന കൊട്ടിഘോഷിച്ച് നടത്തുന്ന ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് കടുത്ത നിയന്ത്രണങ്ങൾ സാധാരണ ഭക്തർക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഇന്നലെ മുതൽ തന്നെ ഈ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു എന്നുള്ളതാണ്. അതായത് നിലയ്ക്കലിൽ നിന്നും തീർത്ഥാടകരുടെ വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടാത്തൊരു സാഹചര്യമുണ്ട്. അതായത് VIP-കളുടെ വാഹനങ്ങൾക്ക് പമ്പയിലേക്ക് വരേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അങ്ങോട്ടേക്ക് കടത്തിവിടാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് പോലീസ് ഈ തീർത്ഥാടകർക്ക് നൽകുന്ന മറുപടി. ഇന്നലെ രാത്രി മുതൽ തന്നെ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലയ്ക്കലിൽ നിന്നും സാധാരണഗതിയിൽ പമ്പയിൽ പാർക്കിംഗ് ഇല്ലെങ്കിൽ പോലും നിലയ്ക്കലിൽ നിന്നും സ്വകാര്യ വാഹനങ്ങൾ പമ്പയിൽ എത്തിച്ച് തീർത്ഥാടകരെ ഇവിടെ ഇറക്കിയതിനു ശേഷം വാഹനം തിരിച്ച് നിലയ്ക്കലിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിന് പോലും അനുവദിക്കുന്നില്ല. അതായത് പമ്പയിലേക്ക് പൂർണ്ണമായിട്ടും ഇങ്ങോട്ടേക്ക് വിടുന്നു പോലുമില്ല. അവിടെ ആൾക്കാരെ ഇറക്കിയിട്ട് അവിടെ നിന്നും ബസ്സിന് പോകാനായിട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ ഈ വാഹനത്തിന്റെ നിയന്ത്രണം ഇത്തരത്തിലുണ്ടായിരുന്നു. പമ്പയിലെ പാർക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് VIP-കളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും ഈ അതിഥികൾക്ക് പാർക്ക് ചെയ്യുന്നതിനും വേണ്ടി മാത്രമായിട്ട് മാറ്റിയിരിക്കുകയാണ്. സാധാരണ തീർത്ഥാടകർക്ക് അവരുടെ വാഹനങ്ങൾ ഒരു തരത്തിലും പാർക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. നിലയ്ക്കൽ മാത്രമേ പാർക്കിംഗ് അനുവദിക്കുകയും ചെയ്യുന്നുള്ളൂ. അതോടൊപ്പം തന്നെയാണ് പമ്പയിലും തീർത്ഥാടകരുടെ സഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ പരിപാടി നടക്കുന്ന ഈ ഭാഗത്തേക്ക് തീർത്ഥാടകർക്ക് പ്രവേശനമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പാലം ദൃശ്യങ്ങൾ കാണാവുന്നതാണ്. നമ്മൾ പമ്പ അവിടെ ബസ് ഇറങ്ങിയതിന് ശേഷം പ്രധാന പാതയാണ് ഈ പാലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി നേരെ പമ്പ ഭാഗത്തേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഈ പാത. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പാലം. ഈ പാലത്തിലൂടെ ഇന്ന് സാധാരണ തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിച്ചിട്ടേ ഇല്ല. അവിടെ മുകളിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പകരം തൊട്ടപ്പുറത്തുള്ള ഒരു ചെറിയ പാലമുണ്ട്. ആ പാലത്തിൽ കൂടി മാത്രമാണ് തീർത്ഥാടകർക്ക് വരാനും പോകാനുമായിട്ട് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഈ പാത പൂർണ്ണമായിട്ടും ഈ പരിപാടിക്ക് വേണ്ടി ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി മാത്രമായിട്ട് ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ ഡെലിഗേറ്റ്സിന്റെ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ
മുഖ്യമന്ത്രി അടക്കമുള്ള VIP-കളുടെ വാഹനങ്ങൾ കടന്നു വരുന്നതിന് വേണ്ടി മാത്രമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. ജില്ലാ കളക്ടറുടെ വാഹനമാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ പാതയിലൂടെ കാണാനായിട്ട് സാധിക്കും. എന്തായാലും സാധാരണ തീർത്ഥാടകരെ പൂർണ്ണമായിട്ടും തടയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനടക്കം വിലക്കേർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പരിപാടി പുല്ലുവില കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ്. ഈ അയ്യപ്പ ഭക്തരെ VIP എന്നോ സാധാരണക്കാരനെന്നോ വേർതിരിക്കാൻ പാടില്ല, അത്തരത്തിലൊരു ഉത്തരവുണ്ട് ഹൈക്കോടതിയുടേത്. പക്ഷേ ആ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്, ഉത്തരവൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ആഗോള അയ്യപ്പ ഭക്ത സംഗമമാണ് അവിടെ സർക്കാർ നടത്തുന്നത് പോലും. ഈ VIP-കൾക്ക് എത്തുന്നവർക്ക് ഒരു VIP ട്രീറ്റ്മെന്റ് നൽകണം, അവർക്ക് ആഡംബര ഹോട്ടലുകളിൽ താമസം. അപ്പോഴാണ് ഈ സാധാരണക്കാരായ വ്രതം നോറ്റ് കല്ലും മുള്ളും ഒക്കെ മെത്തിയാക്കി നടന്നു പോകുന്ന അയ്യപ്പ ഭക്തരോട് ഈ അവഗണന സർക്കാർ നടത്തുന്നത്. തീർച്ചയായിട്ടും രാഗി, അങ്ങനെ തന്നെയാണ്. അതായത് ഇത്രത്തോളം വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ശബരിമലയിലേക്ക് ദർശനത്തിന് ഒരു നിമിഷത്തെ ദർശനം കാത്ത് മണിക്കൂറുകൾ യാത്ര ചെയ്ത് കിലോമീറ്ററുകൾ താണ്ടി എത്തുന്ന തീർത്ഥാടകരോടാണ് ഈ രീതിയിൽ ഈ ഒരു പരിപാടി നടക്കുന്നത് മൂലം അവർക്ക് മേൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ പമ്പ മണൽത്തീരത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മാത്രമാണ് തീർത്ഥാടകർക്ക് അവർക്ക് സ്നാനം ചെയ്യുന്നതിനും അവരുടെ ബാക്കി കാര്യങ്ങൾ, പൂജാകാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ പകുതി ഭാഗം തൊട്ട് ഇങ്ങോട്ട് അവിടെ ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയാണ്. ഈ ജർമ്മൻ പന്തൽ, ഈ പരിപാടിയുടെ പന്തൽ അവിടെ മുതൽ ആരംഭിക്കുകയാണ്. അവിടെ മുതൽ ഇങ്ങോട്ടേക്ക് തീർത്ഥാടകർക്ക് യാതൊരുവിധ പ്രവേശനവുമില്ല. ഈ ഭാഗം, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ പമ്പയുടെ മണൽ തീരമാണ്. ഇവിടെയൊക്കെ തീർത്ഥാടകർ സഞ്ചരിക്കുന്ന പാത കൂടിയിട്ടായിരുന്നു. ഈ പാതകളൊക്കെ എന്തായാലും കെട്ടി അടച്ചിരിക്കുകയാണ്. എൻട്രി റെസ്ട്രിക്റ്റഡ് എന്ന് നമുക്കിവിടെ ആ ബോർഡിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പോലീസ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇവിടെ എത്തിക്കൊണ്ട് ഈ സുരക്ഷയുടെ ഭാഗമായിട്ട് ഈ പാതകളൊക്കെ അടച്ച് തീർത്ഥാടകർക്ക് വരാൻ സാധിക്കാത്ത രീതിയിൽ കെട്ടിയടക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പാലം പിന്നിലുണ്ട്. ആ പാലത്തിൽ കൂടെ മാത്രമാണ് തീർത്ഥാടകർ വരികയും പോവുകയും ചെയ്യേണ്ടത്. ഹിൽ ടോപ്പിലേക്ക് അവർക്ക് അതുവഴി നടന്ന് വേണം ഇനി പോകുവാനായിട്ട്. എന്തായാലും രാവിലെ നല്ല തിരക്ക് കൂടി അനുഭവപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ തിരക്ക് ആ ചെറിയ പാലത്തിൽ കൂടി അത്രയധികം തീർത്ഥാടകർ പോയപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഈ പ്രധാന പാത അടച്ചിരുന്നത് മൂലമാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പരിപാടി നടക്കുന്ന പന്തലിന് തൊട്ട് അപ്പുറത്താണ് ശൗചാലയ ബ്ലോക്കുകളുള്ളത്. അവിടെയും ഇങ്ങനെ കെട്ടി അടച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് പോകാനും ഒരു നേർത്ത വഴി മാത്രമാണ് ഇപ്പോൾ ക്രമീകരിച്ച് നൽകിയിരിക്കുന്നത്. അതും വലിയ ബുദ്ധിമുട്ട് എന്തായാലും തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പാടെ ലംഘിക്കുന്ന ഒരു നടപടി തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതുമാത്രമല്ല, ഇന്ന് വൈകിട്ട് ഈ പരിപാടി നടക്കുന്നതിന് ശേഷം, പരിപാടി പൂർത്തിയായതിനു ശേഷം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾ, അതായത് 3000-ഓളം പ്രതിനിധികൾ ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 3000-ഓളം പ്രതിനിധികൾക്കും സന്നിധാനത്ത് ദർശനം ഒരുക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ദർശനം ഉറപ്പാക്കുമെന്നാണ് ഗൂഗിൾ. നിങ്ങൾക്ക് ദർശനം ഉറപ്പാക്കും. അങ്ങനെയാണെങ്കിൽ ഈ വ്രതം നോറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കല്ലും മുള്ളും ഒക്കെ താണ്ടി അവിടെ എത്തുന്ന അയ്യപ്പ ഭക്തരുടെ ഗതി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം ഇതിൽ ഒരു യഥാർത്ഥ ഭക്തിയല്ല വിഷയമെന്ന് നമുക്ക് ഏവർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്ന് ഏവരും, ഈ പൊതുസമൂഹം, ഹൈന്ദവ സംഘടനകൾ എല്ലാവരും തന്നെ തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ പറയുന്ന 3000-ഓളം പേർക്ക് ദർശനം ഒരുക്കാൻ സർക്കാർ ഇറങ്ങുമ്പോൾ പോലീസിന്റെയൊക്കെ സന്നാഹത്തോടുകൂടിയായിരിക്കും നീക്കം. അത്തരത്തിലൊരു സന്നാഹം ഒരുക്കുമ്പോൾ എന്താണ് യഥാർത്ഥ അയ്യപ്പ ഭക്തരുടെ അവസ്ഥ എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരുമല്ലേ? തീർച്ചയായിട്ടും രാഗി, അത് തന്നെയാണ്. അതായത് ഈ 3000-ഓളം ആളുകൾക്ക് ദർശനം ും അവിടെയുള്ള മറ്റ് ഭക്തർ ഇന്ന് ബുക്ക് ചെയ്ത്, വിർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് മല ചവിട്ടി എത്തിയിട്ടുള്ള ദർശകരെ അല്ലെങ്കിൽ തീർത്ഥാടകരെ അവിടെ തടയേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരും. അവരുടെ ദർശന സമയത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇവർക്കായിരിക്കും പരിഗണന. അതായത് ഈ സർക്കാരിൻ്റെ മഹാസംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ ആളുകൾക്കായിരിക്കും ദർശനത്തിന് പരിഗണന ഇന്ന് വൈകിട്ട് നൽകുക എന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അത് സാധാരണ തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടും പ്രതിസന്ധിയും ഉണ്ടാക്കും. കാരണം മല കയറി എത്തുന്ന തീർത്ഥാടകരാണ്. അവർ മണിക്കൂറുകൾ യാത്ര ചെയ്തും മണിക്കൂറുകൾ ക്യൂ നിന്നൊക്കെ ആയിരിക്കും മുകളിലെത്തുന്നുണ്ടാവുക. അവിടെ അവർക്ക് വീണ്ടും ദർശനത്തിന് പരിഗണന ലഭിക്കുന്നില്ലാതെ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തി ഈ സമ്മേളനത്തിനെത്തിയിട്ടുള്ള ആളുകളെ അവർക്ക് പരിഗണന നൽകി ദർശനത്തിന് കൊണ്ടുപോകുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. അങ്ങനെ അപ്പാടെ ഒരു പറഞ്ഞ അല്ലെങ്കിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച കാര്യങ്ങളോടൊക്കെ തന്നെ ഒരു വിമുഖത കാട്ടിക്കൊണ്ടുള്ള നടപടിയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും. എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിനായിട്ടുള്ള നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോൾ സന്നിധാനം തിരക്കൊഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്
വെർച്വൽ ക്യൂ, ഭാഗിക നിയന്ത്രണം അയ്യപ്പന്മാരുടെ ദർശനത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ശബരിമല നട നാളെ അടയ്ക്കുകയും ചെയ്യും. സന്നിധാനത്ത് മിഥുൻ അയ്യപ്പനുണ്ട്. മിഥുൻ, അവിടെ തിരക്ക് ഒഴിഞ്ഞിരിക്കുന്നു അല്ലേ? കാരണം അത്രയേറെ നിയന്ത്രണങ്ങൾ അയ്യപ്പ ഭക്തർക്ക് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നു. ഇനി വൈകിട്ട് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് ദർശനം ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും രാഗി, നിയന്ത്രണങ്ങളില്ല എന്നാണ് ദേവസ്വവും സർക്കാരും എല്ലാം തന്നെ ഇത്തരത്തിൽ ആണയിട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ, അതായത് ഇന്നലെയും ഇന്നുമായി നമുക്ക് ബോധ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ അടിക്കടി ഉണ്ടായ മാറ്റങ്ങൾ, വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ, നിയന്ത്രണങ്ങൾ, അതെല്ലാം അടിക്കടി മാറ്റുകയെല്ലാം ചെയ്തതോടുകൂടി പ്രധാനമായും ശബരിമലയിലേക്ക് എത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ അവർക്കെല്ലാം വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ 50,000 ആളുകൾക്ക് വീതമാണ് ഒരു ദിവസം ഈ മാസപൂജ സമയത്ത് ഇത്തരത്തിൽ അനുമതി നൽകിയിരുന്നത്. അതായത് ദർശനത്തിന് വേണ്ടിയുള്ള വെർച്വൽ ക്യൂ അനുവദിച്ചിരുന്നത്. അത് 10,000 പേർക്കായി ചുരുക്കുമെന്ന് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചെങ്കിലും പിന്നെ കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് അത് മാറ്റിയത്. പക്ഷേ എന്നിരുന്നാൽ പോലും പല സമയങ്ങളിലും വെർച്വൽ ക്യൂ ലഭിക്കാതെ പോകുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രം വെർച്വൽ ക്യൂ അനുവദിച്ചത് ഇത്തരത്തിൽ ദൂരെ നിന്നെത്തുന്ന അയ്യപ്പന്മാർക്കടക്കം അത് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇവിടെ നിന്നുള്ള കാഴ്ചകളും അത് തന്നെയാണ്. ശബരിമല സന്നിധാനം തിരക്ക് ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അയ്യപ്പന്മാർ വളരെ തുച്ഛ മാത്രമാണ്. കാരണം നാളെ നട അടയ്ക്കുന്ന ദിവസമാണ്. ഏറ്റവും 5 ദിവസം നട തുറക്കുന്ന ദിവസത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവേണ്ട ഒരു ദിവസമാണ് ഈ അവസാനത്തെ 2 ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഈ അവസാനത്തെ 2 ദിവസങ്ങളിൽ ഇന്നലെ തിരക്കില്ലായിരുന്നു. ഇന്നും ഇപ്പോൾ തിരക്ക് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം പൂർണ്ണമായും ഇത്തരത്തിലുള്ള തിരക്കൊഴിഞ്ഞുകൊണ്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഈ പ്രധാനമായും തിരക്കുണ്ടാവേണ്ട 18-ാം പടിക്ക് താഴെയും അത് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവേണ്ടത് അവിടെയാണ്. 18-ാം പടിക്ക് താഴെയാണ്. അതുപോലെ തന്നെ നടപ്പന്തലിലാണ്. ഈ നടപ്പന്തലിലോ 18-ാം പടിക്ക് താഴെയോ ആളുകൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ ഫ്ലൈ ഓവറിലടക്കം ഇത്തരത്തിൽ ആളുകളൊന്നും ഇല്ലാത്ത വിധം ശൂന്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് സർക്കാർ ഉദ്ദേശിച്ച സർക്കാരിന്റെ ഗൂഢതന്ത്രം ഇവിടെ വിജയിക്കുന്നു എന്നുള്ളതായിരുന്നു. ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെത്തുന്ന 3000-ത്തിലധികം VIP-കളുണ്ട്. അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി, അവർക്ക് സുഗമമായി ദർശനം നടത്താൻ വേണ്ടി ഇവിടെ തിരക്ക് ഒഴിവാക്കണമായിരുന്നു. അതിനു വേണ്ടിയുള്ള നീക്കമായിരുന്നു നീക്കം തന്നെയാണ് സർക്കാർ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പ ഭക്തരെ പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു നടപടി. അതിൽ വളഞ്ഞിരിക്കുന്നത് യഥാർത്ഥ അയ്യപ്പ ഭക്തരാണ് എന്നുള്ളതാണ്. നമുക്ക് ഡൽഹിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അയ്യപ്പ ഭക്ത സംഗമത്തിനൊരുങ്ങി രാജ്യ തലസ്ഥാനം ഡൽഹി RK പുരം അയ്യപ്പ ക്ഷേത്രത്തിൽ നടക്കുന്ന മഹാഭക്ത സംഗമത്തിൽ ശബരിമല സംരക്ഷണത്തിന് പ്രമേയം അവതരിപ്പിക്കും. ഡൽഹിയിലെ സാംസ്കാരിക സാമുദായിക സംഘടനകളും ക്ഷേത്ര സമിതികളും ജനം TVയും ചേർന്ന് നടത്തുന്ന സംഗമത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത് അയ്യപ്പ ജ്യോതി തെളിയിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, അയ്യപ്പ സ്വാമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗം തന്നെയാണ് ജനം TVയും ഇപ്പോൾ അണിചേർന്ന് അത്തരത്തിലൊരു സംഗമം തലസ്ഥാനത്ത് ഇന്ന് നടക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അവിടെ നിന്നുള്ള ഒരുക്കങ്ങളും മറ്റ് പരിപാടികളും? സ്വാമി ശരണം, ഞാനിപ്പോഴുള്ളത് RK പുരം അയ്യപ്പ ക്ഷേത്രത്തിന്റെ പുണ്യഭൂമിയിലാണ്. ഈ ഭൂമിയിലാണ് ഇന്ന് വൈകിട്ട് 5:30 ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ തന്നെ അയ്യപ്പ സംഗമവും അയ്യപ്പ ഭക്ത സംഗമവും അയ്യപ്പ ജ്യോതിയും സംഘടിപ്പിക്കുന്നത്. ഡൽഹിയിൽ മറ്റെല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്തേക്ക് വിശ്വാസികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നു, ജ്യോതി തെളിയിക്കുന്നു. അതിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ശബരിമലയുടെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം, അയ്യപ്പ സ്വാമിയുടെ കാനന ക്ഷേത്രത്തിന്റെയും ആ ക്ഷേത്രത്തിലെ ചൈതന്യത്തിന്റെയും സംരക്ഷണം ഉറപ്പാക്കണം. അതിന്മേൽ കാലാകാലങ്ങളായി നടന്നു വരുന്ന വിവിധ തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ, ആ ചൈതന്യത്തെ നശിപ്പിക്കുന്നതിനുള്ള കടന്നുകയറ്റങ്ങൾ ഉണ്ടാകരുത്, ഇനി മുൻപോട്ട് ഉണ്ടാകരുത്. അതുകൊണ്ട് ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് സംരക്ഷിക്കണം. കൂടാതെ നിലവിൽ ശബരിമലയിൽ എത്തുന്ന ഭക്തരെ
പണത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന നടപടി, കൂടുതൽ പണം കൊടുക്കുന്ന ഭക്തർക്ക് അവിടെ ദർശനത്തിനും താമസത്തിനും സൗകര്യമൊരുക്കുന്ന ആ ഭക്തരെ വേർതിരിക്കുന്ന, എല്ലാവരും ഒന്നാണ് എന്ന കൺസെപ്റ്റുള്ള, എന്ന ആശയമുള്ള, എന്ന ഒരു ദർശനം മുൻപോട്ട് വെക്കുന്ന ശബരിമലയിൽ തന്നെ അത്തരത്തിലൊരു വേർതിരിവ് അത് റദ്ദാക്കണം. കൂടാതെ നാമജപം നടത്തിയിട്ടുള്ള ഭക്തർക്കെതിരെ സ്വീകരിച്ചിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിക്കണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയം ഭക്തസംഗമത്തിൽ അവതരിപ്പിക്കും. അതിനപ്പുറത്തേക്ക് ഈ സംഗമത്തിന് ഒരു പ്രതിഷേധത്തിന്റെയും മുഖമുണ്ടാകില്ല എന്നുള്ളത് നേരത്തെ തന്നെ സംഘാടകർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ സംഘാടക സമിതി, ഒപ്പം ആർക്കേപുരം അയ്യപ്പ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അജിത് കുമാർ ചേട്ടൻ ചേരുന്നുണ്ട്. നമസ്കാരം. എങ്ങനെയാണ് സ്വാമി ശരണം, ഈ അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ ഏതുവരെയായി? എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം വളരെ ഐശ്വര്യമായിട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ എല്ലാ സാംസ്കാരിക സംഘടനകളെയും, എല്ലാ സാമുദായിക സംഘടനകളെയും, എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളെയും, ഡൽഹിയിലും NCRലുള്ള എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളെയും, അതുപോലെ ഡൽഹിയിലെ എല്ലാ അയ്യപ്പ പൂജാ കമ്മിറ്റിയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ അയ്യപ്പ സംഗമം, അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത്. വളരെ നല്ല പ്രതികരണമാണ്. ഒരുപാട് ഏകദേശം 2000-നും 3000-നും ഇടയ്ക്കുള്ള അയ്യപ്പ ഭക്തർ ഇന്ന് പങ്കെടുക്കും. അത് മാത്രമല്ല, നമ്മുടെ ഈ ആവശ്യങ്ങൾ, അതായത് ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ പാലിക്കപ്പെടണമെന്നും, ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്നും, 2018 നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും വേണ്ടി ശ്രമിച്ച ആളുകൾക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെന്നും ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ അയ്യപ്പ ഭക്ത സംഗമം. ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഒരു വലിയ സന്തോഷം, വളരെയേറെ സന്തോഷം കിട്ടിയ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഭക്തജനങ്ങളുടെ പ്രതികരണം, അതുപോലെ തന്നെ അവരുടെ ആ എക്സൈറ്റ്മെൻറ്റും അവരുടെ ആ ഇന്നത്തെ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കാനുള്ള അവരുടെ ആ അതിയായ സന്തോഷവും. അതോടൊപ്പം വേറൊരു നല്ല കാര്യം സംഭവിച്ചിരിക്കുന്നത്, ഇന്ത്യയിലെ തന്നെ പല അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിന്നും ഒരുപാട് ഭാരവാഹികൾ നമ്മളെ പല ദിവസങ്ങളായി വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങളിൽ അന്വേഷിക്കുകയും ഇതൊരു വളരെ നല്ല കാര്യമാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാം വളരെ ഐശ്വര്യമായി ഭംഗിയായി തന്നെ നടക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. സ്വാമി ശരണം. തീർച്ചയായും അത്തരത്തിൽ വലിയൊരു സമൂഹം, ഭക്ത സമൂഹം ഇന്ന് ആർക്കേപുരം ക്ഷേത്രത്തിൽ ഒത്തുചേരുകയാണ്. ഇപ്പോൾ ഈ സംഘാടക സമിതിയുടെ രക്ഷാധികാരി MK ജലീല സാർ കൂടെയുണ്ട്. ഇത്തരത്തിലൊരു സംഗമം, അല്ലെങ്കിൽ ഒരു അയ്യപ്പ സംഗമം പമ്പയിലും നടക്കുന്നുണ്ട്. അവിടെ കാണാത്ത പല ചിത്രങ്ങളും ചില ആചാരങ്ങളും എല്ലാം ഈ സംഗമത്തിലുണ്ട് എന്നാണ് സംഘാടകർ അറിയിച്ചത്. സ്വാമി ശരണം. ഈ അവിടെ ഇല്ലാത്ത ഒരു വലിയ വ്യത്യാസം, ഇത് അയ്യപ്പ ഭക്തന്മാരുടെയാണ്, അവിടെ ഉള്ളത് രാഷ്ട്രീയ ഭക്തന്മാരുടെയാണ്. അതാണ് ആ വ്യത്യാസം. അവിടുത്തെ പോസ്റ്റേഴ്സ് നോക്കിയാൽ തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പോസ്റ്റേഴ്സിൽ അയ്യപ്പൻ്റെ ഫോട്ടോ ഇല്ല. അതിനകത്ത് പിണറായി, ഞാൻ പേരെടുക്കുന്നത് ക്ഷമിക്കണം, അവിടുത്തെ നേതാക്കളുടെ മാത്രമേ പേരുള്ളൂ. അതുകൊണ്ട് ആ വ്യത്യാസം അവിടെ തന്നെ വളരെയധികം ക്ലിയറായിട്ട്, വ്യക്തമായിട്ട് അത് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകും. ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഒരു പ്രതിഷേധമല്ല, അയ്യപ്പ ഭക്തന്മാരുടെ ഒരു കൂട്ടായിട്ടുള്ള സനാതന ധർമ്മവിശ്വാസികളുടെ ഇതൊരു അയ്യപ്പ സന്നിധിയിൽ ഞങ്ങൾ പോകുന്നത് പണവും പ്രതാപവും ഉള്ളവർ മാത്രമല്ല, പാവങ്ങളുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. അവിടെ പണത്തിൻ്റെ പേരിൽ എല്ലാവരെയും വേർതിരിച്ചുകൊണ്ടുള്ള ഒരു സംരംഭമാണ് നടക്കുന്നത്.